ലിബിഡോ ഇല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സ് ചെയ്യാനുള്ള ഡിസയർ. ഈ ലിബിഡോ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വലിയ ഇഷ്യൂ ആണ്. കുറെ ജനങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട്, മിക്ക ആളുകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ മിക്ക ആളുകളും ഇത് പുറത്ത് പറയാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 65% ഓഫ് ഡിവോഴ്സസ് സംഭവിക്കുന്നത് ഈ ലിബിഡോന്റെ പേരിലാണ്. ഒരു ഇൻഡിവിജ്വലിന്റെ ലിബിഡോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സെക്ഷൽ ഡിസയർ കുറയാൻ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ എൻവയോൺമെന്റിലും കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ചുറ്റുപാടുള്ള ടെക്നോളജീന്റെ കാരണത്താലും കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഈ ഫാക്ടേഴ്സിനെ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ, ഇപ്പോൾ ഉള്ള 30 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലിബിഡോന്റെ പ്രശ്നം അനുഭവിക്കുന്നത്. ഒന്ന് ഓർത്തെ, പണ്ടെന്ന് വെച്ചാൽ 30 വയസ്സിൽ താഴെയുള്ളത് ഭയങ്കര ഹെൽത്തി ആയിരുന്നു. അവർക്ക് ഇങ്ങനെ സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് ഏർപ്പെടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇപ്പോൾ ഉള്ള ആളുകൾ അങ്ങനെയല്ല. ലിബിഡോ, പ്രീമച്വർ ഇജാക്കുലേഷൻ, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അങ്ങനെ പല പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ സെക്ഷൽ ലൈഫ് അത്ര അടിപൊളിയായിട്ട് ഇപ്പോൾ പോകുന്നില്ല. ഇതിന് നമ്മൾ പറഞ്ഞ പോലെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഫാക്ടേഴ്സിന് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവസാനം നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളാണ് ഇതിൽ അഡിക്റ്റ്, കുറെ ഈ നമ്മൾ പറഞ്ഞ ഫാക്ടേഴ്സിലൊക്കെ അഡിക്റ്റ് ആകുന്നത്. ഇനി നമുക്ക് ഈ ഫാക്ടേഴ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എങ്ങനെ ഇതൊക്കെ നമുക്ക് ഈ ഫാക്ടേഴ്സിലൊക്കെ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ലിബിഡോ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെക്സ് ചെയ്യാനുള്ള ഡിസയർ കൂട്ടിയെടുക്കാൻ നമുക്ക് നോക്കാം. സത്യത്തിൽ ഈ സെക്സ് ചെയ്യാനുള്ള ഡിസയർ ഒരാൾക്ക് കൂടുതലുണ്ടെങ്കിൽ അയാൾ ഭയങ്കര ഹെൽത്തിയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അയാളുടെ ഹെൽത്തിന്റെ ലെവലിനെ സത്യത്തിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അയാൾ അത്രയും ഹെൽത്തി ആയതുകൊണ്ടാണ് അയാൾക്ക് അത്രയും സെക്സ് ഡിസയർ തോന്നുന്നത്. ഒന്നാമത്തെ വേ എന്ന് വെച്ചാൽ നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. നല്ല ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. നല്ല സിങ്കും മെഗ്നീഷ്യം ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇപ്പം നമ്മുടെ ഏത്തപ്പഴത്തിലും ചീരയിലും സ്പിനാച്ചിലൊക്കെ നന്നായിട്ട് സിങ്കൊക്കെ ഉണ്ട്, മെഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അതുമാത്രമല്ല നല്ല ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക. ഇപ്പം നമ്മൾ നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നട്ട്സിൽ നിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആണ് കിട്ടുന്നത്. എനിക്കറിയാം ഇതിൽ കുറച്ച് ഫുഡ്സ് ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമുക്ക് അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ കുറച്ച് ഫുഡ്സ് ഒക്കെ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഇപ്പം കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് ആ പൈസ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ സെക്ഷൽ ഡിസയർ സത്യം നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെക്ഷൽ ഡിസയർ നിങ്ങൾക്ക് കുറഞ്ഞാൽ നല്ലതാണെന്ന് വിചാരിക്കല്ലേ. അത് നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു അൺഹെൽത്തി ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെക്ഷൽ ഡിസയർ കുറഞ്ഞ പോലെ തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഇതിന് ഒരു എക്സ്ക്യൂസും ഇല്ല. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ഒരു മണിക്കൂറെങ്കിലും ഡെയിലി നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകുന്ന, വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളെ കാണിക്കുക സെക്ഷൽ പ്രശ്നങ്ങൾ ഉള്ളത്. ഇല്ലെങ്കിൽ അയാൾക്ക് ജന്മന എന്തെങ്കിലും അസുഖമുള്ള ഒരാളായിരിക്കണം. അല്ലാണ്ട് നോർമൽ ആയിട്ടുള്ള ഒരാളെ കാണിക്കുക ഒരിക്കലും പറ്റില്ല. ബിക്കോസ് അവരുടെ സെക്ഷൽ ലൈഫ് അടിപൊളിയായിരിക്കും. അവരുടെ പാർട്ട്ണറുമായിട്ട് അവർ നല്ല ലിങ്കും നല്ലൊരു പക്കാ റിലേഷൻഷിപ്പ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. നിങ്ങൾ ജിമ്മിൽ പോയി ഭയങ്കര ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ടും ഭയങ്കര വെയിറ്റ് ഒന്നും എടുത്ത് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഫോമിലും ചെയ്യാൻ നോക്കുക. ഇപ്പം ജിമ്മിൽ പോയില്ലെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ആക്ടിവിറ്റി, ഇപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുക. പുഷപ്പ് പോലത്തെ എക്സസൈസ്, പുള്ളപ്പ് പോലത്തെ എക്സസൈസ്, അല്ലെങ്കിൽ ഓടാൻ പോവുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതും ഒരു എക്സസൈസ് ആണ്. ഇപ്പം സത്യത്തിൽ ഓടുമ്പോഴൊക്കെയാണ് നമ്മുടെ നന്നായിട്ട് കാർഡിയോ നന്നായിട്ട് ഇതാകുന്നതും നമുക്ക് നല്ല ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആകുന്നതും അതും നമ്മുടെ ലിബിഡോനെ സഹായിക്കുന്നതും നല്ലൊരു സെക്ഷൽ ഡിസയർ നമുക്ക് കിട്ടുന്നതും. പിന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യുക. നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടും നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിച്ചിട്ടും നമ്മുടെ ലൈഫ് പക്ക സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഒരു കാര്യമില്ല, നിങ്ങളുടെ സെക്ഷൽ ലൈഫ് പക്ക ഫെയിലിയർ ആയിരിക്കും. ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്ന സത്യം വലിയൊരു കാര്യമാണ്. ഈ നമ്മുടെ ബോഡി നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ ജോബ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും സ്റ്റഡി ആണെങ്കിലും ഇതിനൊക്കെ ഓരോ സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിലേക്ക് കയറുമ്പം നമ്മുടെ ബോഡി സ്ട്രെസ്സ് കയറുമ്പം കോർട്ടിസോൾ എന്ന ഹോർമോൺ ഓണാകും. ഈ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഓണാകുമ്പം നമ്മുടെ ബോഡി ആ ടെസ്റ്റോസ്റ്ററോണിനെ വലിച്ചു താഴോട്ടിടും. നമ്മുടെ അത് സെക്ഷൽ ആക്ടിവിറ്റി നമ്മളെ അഫക്റ്റ് ചെയ്യും. സത്യത്തിൽ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം. സത്യത്തിൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ ശ്രദ്ധിക്കുക. അവർക്കൊക്കെ മിക്കപ്പോഴും ഡിവോഴ്സാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ പാർട്ട്ണർ ഡിവോഴ്സ്, രണ്ടാമത്തെ പാർട്ട്ണർ ഡിവോഴ്സ്. ഇത് പുറത്ത് ഇത് US കാര്യമാണ് ഈ പറയുന്നത്. ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ഇൻ കേസ് നമുക്കറിയാം, നമ്മൾ ഈ സ്ട്രെസ് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഈ ലോകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബിസിനസ് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെറിയ സ്ട്രെസ്സൊക്കെ നമ്മൾ എന്തായാലും എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ഈ സ്ട്രെസ് നമ്മൾ സപ്രസ് ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യമൊക്കെ ചെയ്യണം. ഇപ്പം അതാണ് നമുക്ക് ഈ യോഗ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെട്ടാൽ കുറേയൊക്കെ നമുക്ക് ഈ സ്ട്രെസ്, നമുക്ക് ഈ വരുന്ന സ്ട്രെസ് നമുക്ക് സപ്രസ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റും. പിന്നത്തെ മെയിൻ കാര്യമാണ് നമ്മുടെ ഉറക്കം.
എങ്ങനെ പോയാലും നമ്മൾ ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഉറങ്ങാൻ നോക്കണം. സത്യത്തിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ നിശ്ചയിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ ഉറക്കം. ഈ ഉറക്കം പോയാൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഒരു 25 വയസ്സുകാരൻ്റെ ലെവലിൽ നിന്ന് ഒരു 65 വയസ്സുകാരൻ്റെ ലെവലിലേക്ക് പോകും. ഒന്നോർത്തെ 25 വയസ്സുകാരൻ്റെ ടെസ്റ്റോസ്റ്ററോൺ ഒരു 65 വയസ്സുകാരന് ആവുന്നത്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ട് സ്ലീപ്പിന് സത്യത്തിൽ. എങ്ങനെയെങ്കിലും ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ നോക്കുക. പിന്നെ അടുത്ത മെയിൻ കാര്യമാണ് ആൽക്കഹോളും സ്മോക്കിങ്ങും. ഇപ്പം ആൽക്കഹോൾ അടിക്കുന്ന ആളുകൾ ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നന്നായിട്ടുണ്ട്. സ്മോക്കിങ് ചെയ്യുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ വീട്, കഞ്ചാവ് പോലത്തെ സാധനങ്ങൾ, ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നന്നായിട്ടുണ്ട്. ഇപ്പം ഇവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. കാരണം ഇവരുടെ ലൈഫ് സ്റ്റൈല് അതിലേക്ക് മാറിക്കഴിഞ്ഞ്, ആ ഒരു ലേസി ഇതിലേക്ക് മാറിക്കഴിഞ്ഞ് ഇവർ ആൽക്കഹോൾ അടിക്കുമ്പം ആൽക്കഹോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഭയങ്കര പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവലിനെ ബാധിക്കും. ഈ സ്മോക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എല്ലാത്തിനെയും ബാധിക്കും. സത്യത്തിൽ ക്യാൻസർ ഇതിലേക്ക് ഏറ്റവും ഡേഞ്ചർ എന്ന് ഞാൻ പറയാം. ഈ ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം ഇതൊക്കെ ഉപയോഗിച്ച സത്യത്തിൽ നമുക്ക് നമ്മുടെ സെക്ഷൽ ലൈഫ് മാത്രമല്ല പോകുന്നത്, നമ്മുടെ ലൈഫ് തന്നെ പോകും. പിന്നെയുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു കണക്ഷൻ നമ്മൾ അടിപൊളിയായിട്ട് നിർത്തണം. ഇപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഒരു പറയാൻ പറ്റുന്ന ഒരു ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു പാർട്ട്ണറായിരിക്കണം. ഇപ്പം ഒന്നും സപ്രസ് ചെയ്ത് മനസ്സിൽ വേറെ പുറത്ത് വേറെ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് ഇന്ന് നമ്മുടെ സെക്ഷൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ആയിരിക്കും. ഒരു പെട്ടെന്നുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതിലൊന്നും വലിയൊരു ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ നല്ല പക്കയായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ ലൈഫിലെ ഈവൻസും ആ പാർട്ട്ണറോട് എല്ലാം ഷെയർ ചെയ്യുക. പാർട്ട്ണർ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുക. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ആണുങ്ങളിൽ മാത്രമല്ല, പെണ്ണുങ്ങൾക്കും ലിബിഡോയുടെ പ്രശ്നങ്ങളുണ്ട്. അവർക്കും ഈ ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ കാരണം ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഈ സെക്ഷൽ ആക്ടിവിറ്റീസിലൊക്കെ ഇത് കുറവായിരിക്കും. അപ്പം അതും അവർ ഞാനീ പറഞ്ഞ പോലെ നല്ല ഹെൽത്തി ഡയറ്റ്, നല്ല എക്സസൈസ്, നല്ലൊരു മൈൻഡ് കീപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കും കുറേ കാര്യങ്ങളൊക്കെ സപ്രസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മുടെ സൊസൈറ്റിയിലെ മെന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രീമെച്യൂർ ഇജാക്കുലേഷൻ. എന്ന് വെച്ചാൽ ഇവർ സെക്സിന് മുമ്പായിട്ട് തന്നെ, സെക്സിൽ ഇന്റർകോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, പാർട്ട്ണറുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ബീജം ഇവരുടെ ഇനസിൽ നിന്നങ്ങ് പോകും. എന്ന് വെച്ചാൽ ഇവർക്ക് അതങ്ങ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ഇവർക്ക് ആ ഒരു ബീജം നിർത്തി നമ്മുടെ പാർട്ട്ണറിനെ ഹാപ്പി ആക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഇതങ്ങ് പോകും. ഈ ഒരു പ്രോബ്ലം മിക്ക മെന്നും ഇപ്പം അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സാണ് സത്യത്തിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഉറക്കമില്ലായ്മ, നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറവ്, എക്സസൈസ് ഇല്ലായ്മ, നല്ല ഫുഡ് കഴിക്കാത്തത്, ഈ ബാഡ് ഹാബിറ്റ്സ്, ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും, ഇതൊക്കെ കാരണം മിക്ക ആളുകളും ഇത് നന്നായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആളുകളെന്ന് വെച്ചാൽ അവരുടെ പാർട്ട്ണറുമായിട്ട് പക്ക ലിങ്ക്ഡാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ട്ണറുമായിട്ട് ഓരോ കാര്യമൊക്കെ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ സത്യത്തിൽ മിക്ക ആളുകളും ഇപ്പം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത്. ഒരു കണക്ക് പറയുവാണെങ്കിൽ ഒരു 65-70% ആളുകൾക്കും ഇപ്പം മെന്നിനാണെങ്കിൽ ഒരു പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ഉണ്ട് സത്യത്തിൽ. ഇതാരും പുറത്ത് പറയുന്നില്ല. ബേസിക്കലി പറയുവാണെങ്കിൽ അവർക്ക് അവരുടെ പാർട്ട്ണറിനെ ഹാപ്പി ആക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ് സത്യത്തിൽ. ഇതിപ്പോൾ ഇന്ത്യ കൊണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനെ അനുഭവിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇത് പുറത്തു വല്ല US-ലും കാനഡയിലും UK-ലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ആളുകൾ സമ്മതിക്കത്തില്ല. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവരപ്പം തന്നെ ഡിവൈസ് ഫയൽ ചെയ്ത് അവരുടെ പാർട്ടിനങ്ങ് പോകും. അപ്പം നിങ്ങൾ ഹെൽത്തി ആയിരിക്കേണ്ടത് നിങ്ങളുടെ ഒരു മൈൻഡിനും കൂടി ഒരു നല്ല ഇതാണ്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിബിഡോന്റെ പേരിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ എന്തായിരിക്കും. അപ്പം നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പം അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.